ഇപ്പോൾ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ക്യാൻസർ എന്ന് ഡോക്ടർ പറഞ്ഞത് പ്രോസ്ട്രേറ്റ് ക്യാൻസർ ആണ് അല്ലേ? അത് ഇപ്പോൾ സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ അനലൈസ് ചെയ്യുന്നത് പോലെ പുരുഷന്മാർക്ക് അതൊരു സെൽഫ് അനാലിസിസിന് പറ്റുമോ? പുരുഷന്മാരിൽ കണ്ടുവരുന്ന രണ്ട് മോസ്റ്റ് കോമൺ ക്യാൻസേഴ്സ്, ഒന്ന് ലങ് ക്യാൻസറും ഒന്ന് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. ശ്വാസകോശത്തിനെ ബാധിക്കുന്ന അർബുദ രോഗവും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിനെ ബാധിക്കുന്ന അർബുദ രോഗവും. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിൻ്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. മൂത്രാശയം ഞാൻ പറഞ്ഞല്ലോ, കിഡ്നി, 2 ട്യൂബ്, മൂത്രസഞ്ചി മൂത്രനാളി വഴി മൂത്രം പുറത്തോട്ട് പോകുന്നു. ഈ മൂത്രസഞ്ചിയുടെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു ഗ്രന്ഥിയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. പുരുഷന്മാർക്ക് സ്ഖലനം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഗ്രന്ഥിയാണ്. പ്രായത്തിനോടനുബന്ധിച്ച് ആ ഗ്രന്ഥിക്ക് നോർമൽ ആയിട്ടുള്ളൊരു വീക്കം എല്ലാ പുരുഷന്മാരിലും ഉണ്ടാവും. ചിലവർക്ക് ആ ഗ്രന്ഥി വീക്കം കാരണം മൂത്രം പോകുന്നതിന് തടസ്സം ഉണ്ടാക്കും. ഇതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ശരീരത്തിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്നത്, പുറത്തോട്ടല്ല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ത്രീകൾക്ക് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, അത് സ്വന്തമായിട്ട് മാസത്തിൽ ഒരു ദിവസം സെലക്ട് ചെയ്തിട്ട് ആ ഒരു ദിവസം അവർക്ക് 2 ബ്രസ്റ്റും സിസ്റ്റമിക്കലി, അതായത് 12 o'clock നിന്ന് 3 o'clock, 6 o'clock, 9 o'clock അങ്ങനെ തൊട്ടറിഞ്ഞിട്ട് ഈ ബ്രസ്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും മുഴയുണ്ടോ ഇല്ല എന്നുള്ളത് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ പുരുഷന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദൈവം പുരുഷന്മാർക്ക് അങ്ങനത്തെ ഒരു ഓർഗൻ കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റിസ്, വൃഷ്ണങ്ങൾ. 20 വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാരും മാസത്തിൽ ഒരു ദിവസം സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ മാസം 1-ാം തീയതി ആണെങ്കിൽ എല്ലാ മാസം 1-ാം തീയതി സ്വന്തമായിട്ട് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം സ്വന്തം കൈകൾ കൊണ്ട് ടെസ്റ്റിസ് പാൽപ്പറ്റ് ചെയ്യുക, തൊട്ട് നോക്കണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും മുഴകളുണ്ടോ, എന്തെങ്കിലും കട്ടിയുള്ള ഭാഗങ്ങളുണ്ടോ, പുതുതായിട്ട് അതിൻ്റെ സൈസ് വലുതായി വരുന്നുണ്ടോ, ഇതെല്ലാം നോക്കുക വളരെയധികം അനിവാര്യമാണ്. എസ്പെഷ്യലി ഒരു 18-20 വയസ്സിന് ശേഷമുള്ള എല്ലാ പുരുഷന്മാരും.